നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ പ്രതിഷേധിച്ച ഇന്ത്യ സഖ്യ യുവജന സംഘടനകൾ ദില്ലി ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിൽ നീറ്റിൽ പുനഃപരീക്ഷ നടത്തണമെന്നും എൻഡിഎ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുകയെന്ന ആർഎസ്എസിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് എ റഹീം എം പി വിമർശിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യത്തൊട്ടാകെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സഖ്യ യുവജന സംഘടനകൾ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിച്ചത്. ദില്ലി ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐ, എഐവൈഎഫ്, യൂത്ത് കോൺഗ്രസ്, യുവജൻ സഭ തുടങ്ങി നിരവധി യുവജന സംഘടനകളാണ് അണിനിരുന്നത്. നീറ്റിൽ ചോദ്യപേപ്പർ ചോർച്ചയുൾപ്പെടെ കണ്ടെത്തിയിട്ടും എൻഡിഎ എന്ന പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയെ പിരിച്ചുവിടാത്ത കേന്ദ്ര സർക്കാരിനെതിരായ താക്കീതായി പ്രതിഷേധം മാറി. നീറ്റ് പരീക്ഷ റദ്ദാക്കുക, എൻഡിഎ പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയ സമരത്തിൽ നൂറുകണക്കിന് യുവജനങ്ങളും വിദ്യാർത്ഥികളും അണിനിരന്നു. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി മാപ്പർഹിക്കാത്ത മഹാ അപരാധമാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതല സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ എ റഹീം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുകയെന്ന ആർഎസ്എസിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും റഹീം വിമർശിച്ചു. മാപ്പർഹിക്കാത്ത മഹാപരാധമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം വർദ്ധിപ്പിക്കും. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, വൺ ഇന്ത്യ വൺ ടാക്സ്, വൺ ഇന്ത്യ വൺ എക്സാം, ഇതാണ് ഇവരുടെ അജണ്ട. അത് ആർഎസ്എസിന്റെ അജണ്ടയാണ്, പൊളിറ്റിക്കൽ അജണ്ടയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി ശ്രീനിവാസ്, എഐവൈഎഫ് ദേശീയ പ്രസിഡന്റ് സുഖ്ജിന്ദർ മഹേസരി, കേരള മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. നീറ്റ് വിഷയത്തിൽ നടപടിയെടുക്കാത്ത പക്ഷം പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.